മൂക്കുത്തി തീരെ ട്രെൻഡിങ് ആവാത്ത സമയത്ത് മൂക്ക് കുത്തിയ ഒരാളാണ് ഞാൻ. 2010-ലാണ് എൻ്റെ ആദ്യത്തെ പിയേഴ്സിങ്. ആ ടൈമിൽ എൻ്റെ മൊത്തം സ്കൂളിലെ ആകെ 2 പേർക്ക് ഇൻക്ലൂഡിങ് മീ മൂക്കുത്തി ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അതൊരു ട്രെൻഡായി എല്ലാവരും കുത്തണ സംഭവമായി മാറിയെങ്കിലും ഔട്ട് ഓഫ് ഓൾ ദ ഓർണമെൻറ്റ്സ് മൂക്കുത്തി സ്റ്റിൽ മൈ ഫേവറേറ്റ്. അപ്പോഴും അതെ, ഇപ്പോഴും അതെ. എൻ്റെ നാട്ടിൽ തന്നെയുള്ള ക്വീൻസ് എന്നുള്ള ബ്യൂട്ടി പാർലറിലാണ് ഞാൻ പിയേഴ്സ് ചെയ്യാൻ വേണ്ടി പോയത്. എൻ്റെ ആദ്യത്തെ മൂക്കുത്തിയും ഇവിടുന്ന് തന്നെയായിരുന്നു, സെക്കൻഡ് സ്റ്റെഡും ഇവിടുന്ന് തന്നെയായിരുന്നു. പക്ഷേ സെക്കൻഡ് സ്റ്റെഡ് ഞാനിപ്പോൾ യൂസ് ചെയ്യാറില്ല. ഇപ്പം എനിക്കൊരാഗ്രഹമാണ് മറ്റേ മൂക്കിലും കൂടി ഒന്ന് പിയേഴ്സ് ചെയ്താൽ കൊള്ളാം എന്നുള്ളത്. ഒരു ചെറിയ ആഗ്രഹമല്ലേ, ഇതൊക്കെ പിന്നെ നടത്തണ്ടേ. ഒരു ധൈര്യത്തിന് എൻ്റെ അനിയനെയും കൂട്ടി പോയെങ്കിലും ഇവിടെ ലേഡീസ് ബ്യൂട്ടി പാർലർ ആയതുകൊണ്ട് തന്നെ അവന് ഉള്ളിൽ കയറാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, രണ്ടും കൽപ്പിച്ച് ഒരു ധൈര്യത്തിൽ അങ്ങോട്ട് ഇരുന്നു. എനിക്ക് കുത്തിത്തരണ ചേച്ചി എന്നെ നന്നായിട്ട് കാമാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു കുറച്ചൊരു സമാധാനം ഉണ്ടായിരുന്നു. ടപ്പേന്ന് പറഞ്ഞ് കാര്യം കഴിഞ്ഞെങ്കിലും കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണീന്ന് പൊന്നീച്ച പാറി. 2 ആഴ്ച കഴിഞ്ഞ് ഇനി ഈ മൂക്കുത്തി മാറ്റാൻ പറ്റുള്ളൂ. എൻ്റെ കണ്ണീന്നൊക്കെ ടപ്പേന്ന് വെള്ളം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. നല്ലൊരു വേദന ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മൂക്കുത്തി ആയതുകൊണ്ടും നമ്മുടെ ആഗ്രഹം ആയതുകൊണ്ടും അങ്ങോട്ടങ്ങ് സഹിക്കുക തന്നെ. എന്തായാലും കുത്തി കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായി. സംഭവം വലിയ ബോറില്ല അല്ലേ?